ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വിസ്മയ്ക്ക് വേണ്ടി താൻ പാട്ട് പാടിയോ എന്ന് ദേഷ്യത്തോടെ അഖിൽ ചോദിക്കുമ്പോൾ പാടിയെന്ന് പറയുകയാണ് ശ്യാമ. തുടർന്ന് അഖിൽ പറയുകയാണ്, ആദ്യം തൻ്റെ കൈയൊന്നതാ, ഷെയ്ക്ക് ഹാൻഡ് തരട്ടെ. ഈ 4 ചുവരുകൾക്കുള്ളിൽ പേടിച്ച് വിറച്ചിരുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ വാക്ക് ധിക്കരിക്കാൻ മാത്രം തനിക്ക് ധൈര്യമായല്ലേ? തനിക്ക് ധൈര്യം കൊടുക്കണമെന്നൊക്കെ ഞാൻ തൻ്റെ കൃഷ്ണനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കൃഷ്ണൻ എന്താണെങ്കിലും എൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ സാധിച്ചു തന്നല്ലോ. സാർ, ഞാൻ പറയട്ടെ സാർ, ഇതെന്റെ തെറ്റ് തന്നെയാണെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, നീ എന്ത് തെറ്റ് ചെയ്തെന്നാ? നീയല്ല ചെയ്തത്, തെറ്റെല്ലാം ചെയ്തത് ഞാനാണ്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു വല്ലവർക്കും വേണ്ടി പാടിയാലേ എൻ്റെ ഭാര്യയ്ക്ക് സായുജ്യം കിട്ടത്തുള്ളെന്ന്. അതും വീട്ടിലാരോടും പറയാതെ പോകണമെന്നും. രാവിലെ ഞാൻ ഫയൽ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ മുഖം വിളറിയിരുന്നത് ഇതുകൊണ്ടാണല്ലേ? ഞാനൊരു മണ്ടൻ. ഞാൻ കരുതി അപ്പുവിൻ്റെ സ്കൂളിലേക്ക് പോകാൻ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാകും താൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ യാതൊരുവിധ നാണവും മാനവും ഇല്ലാതെ എല്ലാം തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ട് ഞാനൊരു സമ്മാനം ചോദിച്ചപ്പോൾ നീ യാതൊരുവിധ കുലുക്കവും ഇല്ലാതെയല്ലേ എന്നെ ചുംബിച്ചിട്ട് പോയത്. എന്നെ പറഞ്ഞു വിടണം, അതിനുവേണ്ടിയല്ലേ നീ അന്നേരം എനിക്ക് ചുംബനം തന്നത്. എന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തോ പറഞ്ഞത്? ഒരുമിച്ച് പോയാൽ ആകാശം താഴെ വീഴുമെന്നല്ലേ? ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അഖിൽ പറയുകയാണ്, എടോ, കരയേണ്ടതേ ഞാനാണ്. ഇപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത് എന്താണെന്ന് തനിക്കറിയാമോ? പോയി തൂങ്ങിച്ചാകടാന്ന്. എനിക്ക് തോന്നുന്നതേ ഈ കാണിക്കുന്ന ഭക്തിയും വെറുതെയാണെന്നാ. അന്ന് നിന്നെ കാണാതായപ്പോഴേ ഞാനേ എൻ്റെ കയ്യിലാ കർപ്പൂരം വെച്ച് കത്തിച്ചത്. എന്നോട് ചെയ്ത ഈ കള്ളത്തരത്തിൻ്റെ ശിക്ഷയായിട്ട് അതുപോലെ ചെയ്യാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഒരു സ്വയം ശിക്ഷ നടത്താൻ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് അഖിൽ വീണ്ടും ചോദിക്കുകയാണ്. സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ശ്യാം അഖിലിന്റെ കൈ പിടിക്കുമ്പോൾ അഖില് കൈ തട്ടി മാറ്റുകയാണ്. ഞാൻ സാറിനോട് ചെയ്തത് ഒരു വലിയ കള്ളം തന്നെയാണ്. സാറിന്റെ മനസാക്ഷി സാറിനോട് ചോദിക്കുന്നത് പോലെ എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുകയായിരുന്നു, സാറിനോട് ചെയ്ത തെറ്റിന് ശിക്ഷ വേണ്ടേ എന്ന്. അപ്പോഴാണ് സാറ് തന്നെ ശിക്ഷ വിധിച്ചത്. സന്തോഷത്തോടെ തന്നെ ഞാനത് ചെയ്യാൻ പോവുകയാണെന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, എങ്കി ചെയ്തു കാണിക്ക്. അത്രയും പറഞ്ഞ് അഖിൽ തിരിഞ്ഞു നിൽക്കുമ്പോൾ ശ്യാമ തന്റെ കണ്ണന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. എൻ്റെ കണ്ണ, ഞാൻ ചെയ്തത് വലിയൊരു അപരാധം തന്നെയാണ്. എനിക്ക് 2 ദൈവങ്ങൾ മാത്രമാണ് ഈ ഭൂമിയിലുള്ളത്. ഒന്ന് നീ, രണ്ടാമത്തേത് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ ഭർത്താവ്. അതില് ഒരു ദൈവത്തോട് ഞാനൊരു തെറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ കാരണങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. അതുപോലെ ഞാൻ അഖിൽ സാറിനോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയണമായിരുന്നു. ഇപ്പോ അതിനുള്ള ശിക്ഷ ഞാൻ സ്വയം സ്വീകരിക്കാൻ പോവുകയാണ് കണ്ണ. അത്രയും പറഞ്ഞ് ശ്യാമ കണ്ണന്റെ മുന്നിൽ വിളക്ക് തെളിയിക്കുകയാണ്. അതിനുശേഷം ശ്യാമ കർപ്പൂരമെടുത്ത് തന്റെ കയ്യിൽ വെച്ച് കത്തിക്കുന്നു. ഇത് കാണുന്ന അഖില് ഒരു ഞെട്ടലോടെ ശ്യാമയെ നോക്കുകയാണ്. ശ്യാമേ, വേണ്ട ശ്യാമേ, ഞാൻ പറയുന്നത് കേൾക്കുന്നൊക്കെ അഖില് പറയുന്നുണ്ടെങ്കിലും വേണ്ട, എന്നെ തുടരുത്, മാറി നിൽക്കുന്ന ശ്യാമ പറയുന്നു. സാറ് കർപ്പൂരം തട്ടിക്കളയരുത്, അങ്ങനെ ചെയ്താൽ എനിക്ക് എൻ്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. വീണ്ടും അഖില് ശ്യാമയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് കത്തിത്തീരുന്നതുവരെ സാറിനെ തടസ്സപ്പെടുത്തരുതെന്ന് ശ്യാമ പറയുന്നു. അങ്ങനെ ആ കർപ്പൂരം കത്തിത്തീരുന്നതിന് മുമ്പ് തന്നെ അഖില് ശ്യാമയുടെ കയ്യിൽ നിന്നും ആ കർപ്പൂരം തട്ടിക്കളയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്യാമ ബോധരഹിതയായി താഴേക്ക് വീഴുകയാണ്. അങ്ങനെ അഖില് ശ്യാമയെ കുറെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാമയ്ക്ക് ബോധം വരുന്നില്ല. തുടർന്ന് അഖില് വെള്ളം തളിക്കുമ്പോൾ ശ്യാമയ്ക്ക് ബോധം വരികയാണ്. പെട്ടെന്ന് തന്നെ ശ്യാമ എഴുന്നേറ്റ് പൊട്ടിക്കരയുകയാണ്. എനിക്ക് തന്നോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ശ്യാമേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിന് താൻ എന്തായി കാണിച്ചതെന്ന് അഖില് ചോദിക്കുമ്പോൾ അഖിലിന്റെ കാൽക്കൽ വീഴുകയാണ് ശ്യാമ. എടോ, ഒരു കാരണവുമില്ലാതെ താൻ വിസ്മയ്ക്ക് വേണ്ടി പാടാൻ പോകില്ലെന്ന് എനിക്കറിയാം. കൃഷ്ണ തുളസിയുടെ പാട്ട് വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഒരു കമ്പനിയുടെ തലപ്പത്ത് വരാൻ പോവുകയാണ് താൻ. അങ്ങനെയുള്ള നീ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വ്യക്തികളുടെ പിന്നാലെ നടക്കുമ്പോൾ താൻ ഇനി ഒരിക്കലും വിസ്മയ്ക്ക് വേണ്ടി പാടാൻ പോകില്ലെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ എന്നൊക്കെ അഖില് ചോദിക്കുമ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്യാമ അഖിലിനോട് പറയുന്നു. തുടർന്ന് അഖിലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് ശ്യാമ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ തന്റെ കണ്ണന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അഖിൽ സാറുമായിട്ട് വരണമെന്നാ കണ്ണാ കരുതിയത്. പക്ഷെ അഖിൽ സാറിന് ഓഫീസിൽ എന്തൊക്കെയോ തിരക്കുകൾ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇന്ന് ഓഫീസിൽ ഞാൻ ചാർജ് എടുക്കുകയാണ്. നീ കൂടെ ഉണ്ടാകണം. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. തുടർന്ന് പൂജ ചെയ്യാനായിട്ട് ശ്യാമ പൈസ കൊടുക്കുമ്പോൾ തിരുമേനി പറയുകയാണ്, പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ഭർത്താവ് അതെല്ലാം തന്നിരുന്നു. പൂജയും നടത്തി പ്രസാദവും കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്താ തിരുമേനി പറയുന്നത്? പൂജ നടത്തിയെന്നോ? അതെയല്ലോ, ഭാര്യയുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പൂജകളാണ് നടത്തിയത്. തുടർന്ന് ശ്യാമ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് പ്രസാദവും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അഖിലാണ്. തുടർന്ന് ശ്യാമ അഖിലിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ തീർക്കുക സാർ? എനിക്ക് വേണ്ടിയൊന്നുമല്ല നടത്തിയത്, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ആ പൂജകളൊക്കെ നടത്തിയത്. അവളെ ഒരു പാവമാണ്. അങ്ങനെയുള്ള തനിക്ക് വേണ്ടി പൂജകളൊക്കെ നടത്തിയ പുണ്യം കിട്ടുന്നത് എനിക്കല്ലേടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും ചേർന്ന് ഒരു ചെമ്പരത്തി ചെടി നടുന്നതാണ്.
ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു ചെടി നടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാ സാർ. ഇന്നാൾ മുതലേ ഈ ചെമ്പരത്തി എനിക്ക് വലിയ ഇഷ്ടമാ സാർ. അങ്ങനെ അഖിലും ശ്യാമയും ചേർന്ന് ആ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്യാമ വാസുദേവനെയും ദേവകിയെയും വിളിച്ച് അനുഗ്രഹം വാങ്ങുകയാണ്. തുടർന്ന് ജയന്തിയോട് സംസാരിക്കാൻ വേണ്ടി ദേവകി ഫോൺ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ജയന്തി പറയുകയാണ്, എനിക്കെങ്ങും വേണ്ട, ശരി അമ്മേ, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെക്കുമ്പോൾ അകത്തേക്ക് കയറി വന്ന് ജയന്തി പറയുകയാണ്, ഞാൻ ഇനിയും പറയും, അവൾ എന്താണെങ്കിലും അധികകാലം ആ കസേരയിൽ വാഴാൻ പോകുന്നില്ല, നിങ്ങൾ കണ്ടോ. ഇത് കേൾക്കുന്ന ദേവകി ദേഷ്യത്തോടെ ജയന്തിക്ക് നേരെ കൈ ഓങ്ങുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.